വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പോൾ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ സംസ്കാരത്തിന്റെ ഭാഗമാകാം. പക്ഷേ വ്യത്യസ്തതയിലും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ചില രീതികളും നമ്മുടെ രാജ്യത്തുണ്ട്. ഭാഷയിലും ആചാരങ്ങളിലും മാത്രമല്ല, ഭക്ഷണത്തിൽ പോലും നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ചില രീതികളുണ്ട്. വെജിറ്റേറിയൻ ആവട്ടെ, നോൺ വെജിറ്റേറിയൻ ആവട്ടെ, എല്ലാ അടുക്കളയിലെയും സ്ഥിരം സാന്നിധ്യമാണ് സവോള. ദാൽ, ചട്നി, സാലഡ്, സാമ്പാർ എന്ന് വേണ്ട സകലത്തിലെയും ചേരുവകളിൽ ഒന്ന് സവോളയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു നഗരത്തിൽ സവോള വിളയിക്കുന്നതിനും വിൽക്കുന്നതിനും കഴിക്കുന്നതിനും കർശനമായി നിരോധനമുണ്ട്. അതായത് പുള്ളികളൊന്നും ഖത്രയിലേക്ക് കടത്തിവിടില്ല. വൈഷ്ണോദേവി തീർത്ഥാടനത്തിന് പേര് കേട്ട ഖത്രയിലാണ് സവോളയ്ക്കടക്കം അയിത്തമുള്ളത്. ജമ്മു കാശ്മീരിലെ ഈ നഗരം വളരെ പുണ്യമായ ഇടമായാണ് കണക്കാക്കുന്നത്. മതപരമായ വിശുദ്ധി ഇവിടെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന വിശ്വാസത്തിൽ ഈ നഗരത്തിലേക്ക് സവോളയ്ക്കും ഒപ്പം വെളുത്തുള്ളിക്കും പ്രവേശനമില്ല. ഈ പ്രദേശത്തുള്ള ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, റോഡ് സൈഡിലെ ധാബകൾ എന്നിവിടങ്ങളിലൊന്നും സവോളയും വെളുത്തുള്ളിയുമുള്ള ഒരു വിഭവവും ലഭിക്കില്ല. മാത്രമല്ല പച്ചക്കറി കടകളിലൊന്നും ഇവയുടെ പൊടി പോലും ഉണ്ടാവില്ല. ഹിന്ദു വിശ്വാസ പ്രകാരം സവോളയും വെളുത്തുള്ളിയും താമസിക ഭക്ഷണങ്ങളായാണ് കണക്കാക്കുന്നത്. അതായത് ഇവ മടി, ദേഷ്യം, മനസ്സിന്റെയും ശരീരത്തിന്റെയും അസ്ഥിരത എന്നിവയെ ഉത്തേജിപ്പിക്കുമെന്നാണ് കരുതുന്നത്. പൂജകൾ, വ്രതം, തീർത്ഥാടനം എന്നിവ ചെയ്യുമ്പോൾ ഇവ ഉപേക്ഷിക്കണമെന്നാണ് വിശ്വാസം. ഖത്രയിൽ നൽകുന്ന ഭക്ഷണത്തെ സ്വാദികമായാണ് കരുതുന്നത്. വൃത്തിക്കൊപ്പം കൃത്യമായ ക്രമം പാലിക്കുന്ന ഭക്ഷണമെന്ന് അർത്ഥം. ഇതിൽ പോഷക ഗുണത്തിനോ രുചിക്കോ ഒരു കുറവും ഉണ്ടാവില്ല. നിയമങ്ങൾ കർശനമായി തന്നെ ഇവിടെ പാലിക്കപ്പെടുന്നുമുണ്ട്. സവാള ആവശ്യപ്പെടുന്നവർക്ക് അതിന് പകരമായി ഉപയോഗിക്കുന്ന സാത്വികമായ മറ്റൊന്ന് നൽകും. വിശ്വാസികൾക്ക് ഈ ഒരു രീതി പിന്തുടരുക എന്നത് അവരുടെ വിശ്വാസത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഭാഗമാണ്. നഗരത്തിന്റെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം തെളിയിക്കുന്ന ഒരു അടയാളമായി ഇന്നും തുടരുകയാണ് ഈ സവോള നിരോധനം.